ലവ് വാസ് നോട്ട് ഓൾവേസ് ബട്ടർഫ്ലൈസ്. എപ്പോഴും നമുക്ക് എന്താ പറയുക, ബട്ടർഫ്ലൈസ് ആണ് ലവ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും നമ്മുടെ അടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി മൊമെന്റ്സ് ആയിരിക്കും. ദേ ഷോ അസ് ബട്ടർഫ്ലൈസ്, ലേറ്റ് നൈറ്റ് കോൾസ്, മോർണിംഗ് ടെക്സ്റ്റ്, പിന്നെ ഐ കനോട്ട് ലീവ് വിത്തൗട്ട് യു, അങ്ങനെയുള്ള ഫേസ് ഉണ്ടല്ലോ, ആ ഫേസും ഒക്കെ. പക്ഷെ അതിൻ്റെ അകത്ത് വേറെയും കാര്യങ്ങളുണ്ട്. ലൈക്ക് ആരും നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കാണിച്ചു തരില്ല, സൈലന്റ് ടീയേഴ്സ് കാണിച്ചു തരത്തില്ല. ചില ദിവസങ്ങളിൽ ലവ് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്ന മൊമെന്റ്സും കാണും. ആ മൊമെന്റ്സ് ഒന്നും ആരും കാണിച്ചു തരത്തില്ല. സോ ലവ് ഇസ് നോട്ട് ഓൾവേസ് ബട്ടർഫ്ലൈസ്. ചില സമയത്ത് ഇറ്റ്സ് പേഷ്യൻസ്. നമ്മുടെ പാർട്ട്ണർ ചില സമയത്ത് ഇംപെർഫെക്റ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അവരെ ചൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ചില സമയത്ത് നമ്മുടെ ഈഗോയ്ക്ക് അങ്ങ് സ്ക്രീം ചെയ്യാനുള്ളൊരു ഫീൽ ആയിരിക്കും. ആ സമയത്ത് കാമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് നമ്മൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഷട്ട് ഡൗൺ ആയിരിക്കുന്ന മൊമെന്റ് ഉണ്ടല്ലോ, ആ സമയത്തും സംസാരിക്കാനുള്ള ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, ഇതൊക്കെയും ലവിന്റെ ഭാഗമാണെന്ന് എല്ലാവരും ചിലപ്പോൾ പറഞ്ഞു തരണമെന്നില്ല. ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് കാണാനൊക്കെ. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പേഷ്യൻസിനും അണ്ടർസ്റ്റാൻഡിങ്ങിനും കൺസിസ്റ്റൻസിക്കും ഇതിനൊക്കെ ചിലപ്പോൾ വീട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. റിയൽ ലവ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഹാർട്ടിനെ ഇങ്ങനെ റേസ് ചെയ്യിക്കില്ലേ, ആ കൈൻഡ് ഓഫ് ഫീൽ ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഒരാൾ നമ്മളെ ഹാർട്ടിന് സേഫ് ആയിട്ട് ഫീൽ ചെയ്യിക്കുമല്ലോ, അതാണ് ശരിക്കും പറഞ്ഞാൽ റിയൽ ലവ് എന്ന് പറയുന്നത്. എപ്പോഴും അത് എക്സൈറ്റ്മെന്റ് ആയിക്കൊള്ളണമെന്നില്ല. ചില സമയത്ത് അത് മെച്യൂരിറ്റി ആയിരിക്കും, ചില സമയത്ത് ഗ്രോത്ത് ആയിരിക്കും, ചില സമയത്ത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ലേണിംഗ്. ലൈക്ക് ഒരാൾ മറ്റൊരാളെ എങ്ങനെ പ്രോപ്പറായിട്ട് സ്നേഹിക്കാമെന്ന് പഠിക്കുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അതും ആയിരിക്കും ചിലപ്പോൾ. ലവ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലും പിന്നെ നമുക്ക് ഹാർഡായിരിക്കുന്ന സിറ്റുവേഷനിലും ചില സമയത്ത് ഒരു ചേഞ്ച് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കേണ്ട സിറ്റുവേഷനിലും അപ്പോഴും സ്റ്റേ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞാൽ ലവ്. ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലവ് ഇസ് നോട്ട് എ ഫീലിംഗ്, ഇറ്റ്സ് എ ഡിസിഷൻ.